സരളെ, ഭാവി മെത്രാനെ, നീ പൊളിക്കുമുത്തേ. സോഷ്യൽ മീഡിയയിൽ ഓർത്തഡോക്സ് ഹാൻഡിലുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു അശരീരിയാണിത്. അതെ സാറേ, സരള എന്ന അപരനാമത്തിൽ സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതൽ പ്രശസ്തനായ ആ ചെറുപ്പക്കാരൻ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ലിസ്റ്റിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. തെക്കൻ ഭദ്രാസനത്തിൽ നിന്നുള്ള ഈ കൊച്ചച്ഛനാണ് സരള എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് സഭയിലെ ഭാവി മെത്രാൻ. പേരിൽ ഡോക്ടറേറ്റ് ഉള്ളതുപോലെ ആ കുപ്പായത്തിനുള്ളിൽ നല്ലൊരു കലാകാരനും ഒളിഞ്ഞിരിപ്പുണ്ട്. നല്ലൊരു ഓടക്കുഴൽ വിദ്വാനാണ്. ആ നാദസ്വരം അനുഭവിച്ചിട്ടുള്ളവർ സാക്ഷ്യപ്പെടുത്തും. പ്രശസ്തമായ ഈ തെക്കൻ ഭദ്രാസനത്തിൽ നിന്നാകുമ്പോൾ ഫ്ലൂട്ട് വായനയും സുറിയാനിയും വാത്സ്യായന ശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ടായിരിക്കുമല്ലോ സെമിനാരിയിൽ എത്തുന്നത് തന്നെ. ഇതിൽ എല്ലാം കഴിവ് തെളിയിച്ചാൽ പിന്നെ ഗുരു കടാക്ഷം കൊണ്ട് വച്ചടി കയറ്റമാണ് ജീവിതത്തിൽ. കയറി കയറി മെത്രാൻ ലിസ്റ്റിലും കയറി. ഇതൊക്കെ ആണ് മോനെ വാത്സ്യായന ഗുരുവിന്റെ കൃപാ കടാക്ഷം. സരള ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തിരിക്കുന്നത് കോട്ടയത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നുമാണ്. ഒരു പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചപ്പോൾ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ആളെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ സരളയെ അവതരിപ്പിച്ചപ്പോൾ കോപ്പി അടിച്ചതിന് പിടിക്കപ്പെട്ട വ്യക്തിയല്ലേ എന്ന് പലരും ചോദിച്ചപ്പോൾ ഒരു സ്ഥാനി ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചത് നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടോ എന്ന മറുചോദ്യമാണ്. ഇത് കേട്ട് സൂര്യൻ പോലും ഇരുണ്ടുപോയി. ചന്ദ്രൻ രക്തനിറം പൂണ്ടു. AC മുറിയിൽ ഇരുന്ന കമ്മിറ്റി അംഗങ്ങൾ വിയർത്തുപോയി. കാരണം ബാക്കി പുറത്താക്കിയ ഓരോരുത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ പുഴുപ്പല്ലൻ അവിടെ ഇരുന്ന് പറഞ്ഞ പിതൃശൂന്യതകളെല്ലാം ഇയാൾ നേരിട്ട് കണ്ടിട്ടാണോ എന്നായിരുന്നു അവരുടെ എല്ലാം സംശയം. ഇതൊക്കെയാണ് മക്കളെ സ്ക്രീനിംഗ് കമ്മിറ്റി. സരളെ, നീ മുത്താണ്. ഓർത്തഡോക്സ് സഭയെ പുളകമണിയിക്കാൻ പോകുന്ന വാത്സ്യായന ശിഷ്യൻ. കുടുംബ പശ്ചാത്തലവും സ്വഭാവ രീതിയും വെച്ച് ഇദ്ദേഹം സൈക്കോളജിക്കൽ ടെസ്റ്റ് എങ്ങനെ പാസ്സായി എന്ന് എല്ലാവരും തലയിൽ കൈവച്ച് ചോദിച്ചു പോവുകയാണ്. സരളെ, നീയാണ് ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിന് ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി. എല്ലാ ഭക്തജനങ്ങളും സരളക്ക് വോട്ട് നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സരളയും കുഞ്ഞമ്മയും ഭരിക്കുന്ന മലങ്കര സഭ ആയിരുന്നു ആമപിതാവിന്റെ മാത്രമല്ല ഡിക്രുവിന്റെയും സ്വപ്നം. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പായി പോയതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഓടിച്ചിട്ട് തള്ളണം. പരാതിക്കാരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്ത സീനിയർ മെത്രാൻ ഉണ്ടായിരുന്നു കമ്മിറ്റിയിൽ. അദ്ദേഹം അല്പം നിഷ്പക്ഷനായി നിൽക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. പരാതി പറയുന്നവരും നിന്ന് സാമ്പത്തികമൊന്നും കിട്ടിയെന്ന് വരില്ല. ഇടയന്മാർ കറവയുള്ള ആടുകളെ കരുതും, അത് സ്വാഭാവികം. കമ്മിറ്റിയിൽ എതിർശബ്ദം മുഴക്കിയവരുടെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മുങ്ങിപ്പോയതായാണ് അറിയുന്നത്. അല്പസ്വല്പം കുറ്റങ്ങളും കുറവുകളും ഒക്കെ പോകട്ടെ, ഇതുപോലെ നഗ്നമായി വൃത്തികേട് കാണിച്ചവന്മാരെയൊക്കെ ലിസ്റ്റിൽപ്പെടുത്തി എന്ത് കുഴപ്പം കണ്ടിട്ടാണ് തിമോത്തി അച്ഛനെയും ജോഷി അച്ഛനെയും ഒക്കെ തഴഞ്ഞ് സരളയെ പോലുള്ളവരെ ലിസ്റ്റിൽപ്പെടുത്തിയത്? ഇതിൽ തന്നെ ചിലരെ മാനേജിംഗ് കമ്മിറ്റിയിൽ തട്ടിക്കളയാൻ ചരടുവരികൾ വലിച്ചു മുറുക്കി കഴിഞ്ഞു. അസോസിയേഷനിൽ വരുന്നത് ആരൊക്കെയാണെന്ന് കാത്തിരുന്നു കാണാം.